ശബരിമല വിഷയത്തിൽ നിങ്ങൾ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ കോൺഗ്രസിനൊന്നും പറയാനില്ല. ഞങ്ങളൊരു വിശ്വാസ സംരക്ഷണ ജാഥ നടത്തിയെന്നേ പറയാനുള്ളൂ. ഇപ്പോൾ അവരത് ചെയ്യുന്നത് ഈ രാഹുൽ മാങ്കൂട്ടം എന്നുള്ള സാധനം ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് അട്ടിമറിക്കുക എന്നുള്ളതാണ്. കാരണം ഒന്ന് ആലോചിച്ച് നോക്കുക, കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഇത് തന്നെയാണ് ചർച്ച. എല്ലാ ചാനലും 8 മണിയാകുമ്പോൾ മാങ്കൂട്ടത്തിനെ എപ്പോൾ പിടിക്കും, മാങ്കൂട്ടത്തിനെ എപ്പോൾ പുറത്താക്കുമെന്ന് ചോദിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇത് തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുക. അതേസമയം UDF-നെ സംബന്ധിച്ച് ഒന്നും പറയാനില്ല. UDF മറുപടി പറയേണ്ട എന്താണ് ആ എൻഡിലാണ് നിൽക്കുന്നത്. അത് അവരെ സംബന്ധിച്ച് വലിയ നഷ്ടമാണ്. അപ്പോൾ അവർക്ക് ഇപ്പം എന്ത് വേണം? ഇന്ന് ജാമ്യം കിട്ടുമോ കിട്ടാതിരിക്കുകയാണെങ്കിൽ ആ ചർച്ച മാറിയേനെ. ഇന്ന് അതുമില്ല. ജാമ്യത്തിന് ഉത്തരവും മാറ്റിവെച്ചു. ഇനി വേറെ അവർക്ക് നിവൃത്തിയില്ല. അപ്പോൾ അവരെ സംബന്ധിച്ച് എന്താണ് ഒരു മീഡിയ മാനേജ്മെൻ്റ് എന്നോ അല്ലെങ്കിൽ നറേറ്റീവ് ഷിഫ്റ്റ് എന്നോ പറയാവുന്ന രീതിയിൽ ഒരു പോസ്റ്റർ ക്യാമ്പയിൻ അവരെ കൊണ്ടാവുന്ന പോലെ തുടങ്ങി വെച്ചിട്ടുണ്ട്. പക്ഷേ അത് അത്ര പോരാ എന്നുള്ളതാണ്. കാരണം ശബരിമല സ്വർണ്ണക്കൊള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ച് അതൊരു രാഷ്ട്രീയ ആയുധമാക്കുകയാണെങ്കിൽ ഇപ്പോൾ കോൺഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് തികച്ചും അപര്യാപ്തമാണ്. ഇനി ജനങ്ങളത് മനസ്സിലാക്കി അവരാ രോഷം പ്രകടിപ്പിച്ചോട്ടെ, പിണറായി വിജയനോടുള്ള വെറുപ്പ് ഞങ്ങൾക്ക് വോട്ട് ചെയ്ത് അവർ തീർത്തോട്ടെ എന്നാണ് കോൺഗ്രസ് കരുതുന്നതെങ്കിൽ, കോൺഗ്രസ് അങ്ങനെ ഒരു വിചാരമുണ്ട്. ഒരു സർക്കാരിന് ഭരിച്ച് അവർ മടുത്ത് ഞങ്ങൾക്ക് വോട്ട് ചെയ്ത് ഞങ്ങൾ ജയിപ്പിക്കുമെന്ന് അവർ കരുതുന്നുണ്ട്. ആ കാലം കഴിഞ്ഞു. ആ കാലം കഴിഞ്ഞിട്ട് ഒരു 15 വർഷം കഴിഞ്ഞു എന്ന് കുറഞ്ഞ പക്ഷം കോൺഗ്രസ്സുകാർ മനസ്സിലാക്കണം. അതായത് ഒരു സർക്കാരിനെ മടുത്ത് പ്രതിപക്ഷത്തെ വോട്ട് ചെയ്ത് ജയിപ്പിക്കുന്ന മലയാളികളുടെ ഒരു മെനക്കെട്ട ശീലം, ആ ശീലം മലയാളികൾ മാറ്റി എന്ന് 2021 തെളിഞ്ഞതാണ്. ആ ശീലം കഴിഞ്ഞു. ഇനി അങ്ങനെ ഒരു വെറുപ്പുണ്ടെങ്കിൽ പോലും പ്രതിപക്ഷത്തിന് വോട്ട് ചെയ്യണമെങ്കിൽ പ്രതിപക്ഷത്തിന് വോട്ട് ചെയ്യാൻ പൊതുജനത്തിന് അതിൻ്റേതായ കാരണം വേണം. ആ കാരണം ഉണ്ടാക്കി കൊടുക്കാൻ കോൺഗ്രസിന് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. എസ്പെഷ്യലി ഈ ശബരിമല വിഷയത്തിൽ നിങ്ങൾ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ കോൺഗ്രസിനൊന്നും പറയാനില്ല. ഞങ്ങളൊരു വിശ്വാസ സംരക്ഷണ ജാഥ നടത്തിയെന്നേ പറയാനുള്ളൂ. പക്ഷേ ഇത് ഇൻഡയറക്റ്റായിട്ട് ഇത് ബെനിഫിറ്റ് ആവുക BJPക്കാണെന്ന് കൂടി മനസ്സിലാക്കുക. കാരണം BJP, സംഘപരിവാർ, RSS പതിറ്റാണ്ടുകളായി കേരളത്തിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നറേറ്റീവ് ഉണ്ട്. ഇടത് വലത് മുന്നണികൾ നമ്മുടെ ക്ഷേത്രങ്ങളെ കൊള്ളയടിക്കുന്നു. ഇപ്പോഴും BJP പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണല്ലോ. പിണറായി വിജയൻ്റെ ആൾക്കാർ കട്ടുമെന്നല്ല പറയുക. ഇടത് വലത് മുന്നണികൾ ക്ഷേത്രം കൊള്ളയടിക്കുന്നു. അതിന് പകരം എന്ത് ചെയ്യണം? ദേവസ്വം ബോർഡൊക്കെ പിരിച്ചു വിട്ടിട്ട് ഇത് വിശ്വാസികൾക്ക് തരണം, ഞങ്ങൾ നന്നായിട്ട് നോക്കിക്കോളാം എന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് വേണ്ട വിധത്തിൽ ശബരിമല വിഷയം കോൺഗ്രസ് ഉപയോഗിച്ചില്ലെങ്കിൽ അത് പ്രയോജനപ്പെടുക BJPക്കായിരിക്കും എന്നെങ്കിലും അവർ ഓർക്കണം.